പാലക്കാട് മണ്ഡലത്തിൽ UDF ജയിക്കുമെന്ന് CPM-ന്റെ വിലയിരുത്തൽ. NMR റസാഖ് രണ്ടാമതും ശോഭാ സുരേന്ദ്രൻ മൂന്നാമതുമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മണ്ണാർക്കാട് UDF നിലനിർത്തും. കോങ്ങാട് BJP കോൺഗ്രസിനെയും മലമ്പുഴയിൽ തിരിച്ചും സഹായിച്ചുവെന്ന് CPM വിലയിരുത്തുന്നു. VS ഗോകുൽ വിവരങ്ങളുമായി. ഗോകുൽ, കണക്കുകൂട്ടലുകൾ വരുമ്പോൾ എവിടെയൊക്കെ പിഴച്ചു, എവിടെയൊക്കെ കിട്ടും എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ? നിലവിലെ സാഹചര്യം നിലനിർത്തുമെന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. പാലക്കാട് UDF-ന് കിട്ടാനാണ് സാധ്യത എന്നുള്ളതാണ് CPM വിലയിരുത്തൽ. കാരണം LDF-ന് വിജയിക്കണമെങ്കിൽ 15,000 വോട്ടുകൾ അധികം ലഭിക്കണം. നിലവിലെ വോട്ട് ഷെയർ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് CPM വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ശക്തമായ മത്സരം നടന്ന തൃത്താല നിലനിർത്തുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPM-ന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കോങ്ങാടും മലമ്പുഴയിലും ഡീലുണ്ടായിരുന്നു UDF-ഉം BJP-യും തമ്മിലുള്ള എന്നാണ് CPM നിരീക്ഷിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് CPM സെക്രട്ടേറിയറ്റ് ചേർന്നത്, ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നത്. അതിലാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പാലക്കാട് ജയസാധ്യത കുറവാണ്, UDF ഈ സീറ്റ് നിലനിർത്തും എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. എങ്ങനെ പാലക്കാട്ട് രമേശ് പിഷാരടി വിജയിക്കും? ആരെ വിലയിരുത്തല? കോൺഗ്രസിന്റെ അതോ UDF-ന്റെയോ? അല്ല, ആരുടേതാ? CPM-ന്റെ. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന്. കൊള്ളാം. ഡീലൊക്കെ പൊളിഞ്ഞ അവസ്ഥയാണ് പാലക്കാട്ടുള്ളത്. NMR റസാഖിനെ ഇറക്കിയത് തന്നെ ഡീലിന്റെ ഭാഗമായിരുന്നു. ഇപ്പോ വിശകലനം എന്താണ്? പിഷാരടി വിജയിക്കും, NMR റസാഖ് 2ാം സ്ഥാനത്തെത്തും, ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകും. പിഷാരടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ 2ഉം 3ഉം സ്ഥാനം ആരാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും സഖാക്കളുടെ വിലയിരുത്തൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാ, പാലക്കാട്ടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ആർക്കും വിലക്ക് വാങ്ങാനെന്ന് മാത്രമല്ല ഒരു ഡീല് കൊണ്ടും മറികടക്കാനും സാധിക്കില്ല എന്നുള്ളത് ഈ പാലക്കാട്ടെ ജനത തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റിസൾട്ട് വരാൻ നമ്മൾ കാത്തിരിക്കുന്നത് പിഷാരടിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമേ അറിയേണ്ടതുള്ളൂ, അത് മാത്രമേ അറിയാനുമുള്ളൂ, അല്ലേ? പാലക്കാട്ട് എന്തൊക്കെ വിവാദങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, എല്ലാത്തിനെയും പിഷാരടി മറികടന്നു. ഏറ്റവും ഒടുവിൽ ഡീലും വിവാദവും തുണയാകില്ല എന്ന് കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ നോട്ടുകെട്ടുകളുമായിട്ടിറങ്ങി. എന്നിട്ട് ഈ ലോകത്തുള്ള ഒരു സയൻസിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അതെൻ്റെ നിഴലാണ് എന്നുകൂടി പറഞ്ഞു, അല്ലേ? ഇന്നിപ്പോ ദല്ലാൽ നന്ദകുമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുമ്പ് VS അച്യുതാനന്ദ കാലത്ത്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും ഈ ദല്ലാൽ നന്ദകുമാർ എന്നുള്ള വാക്കുകൾ, പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ആ ദല്ലാൽ നന്ദകുമാർ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പൊരു വട്ടം ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം വാങ്ങി പറ്റിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ട് ദല്ലാൽ നന്ദകുമാർ. ഈ കഴിഞ്ഞ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏപ്രിൽ 7-ാം തീയതി ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം ദല്ലാൽ നന്ദകുമാറിന് മടക്കി കൊടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം ഞാനിത് പറയുന്നത് വളരെ കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സംഘപരിവാർ കേരളത്തിൽ ഒഴുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ, 1ഉം 2ഉം ഒന്നുമല്ല, നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം കോടികൾ, എത്രയോ 1000 കോടികൾ കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ സംഘപരിവാർ ചെലവഴിച്ചിട്ടുണ്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടി എന്നുള്ളതാണ്. പക്ഷേ പാലക്കാട്ട് ജനതയുടെയും കേരളത്തിലെ ജനതയുടെയും രാഷ്ട്രീയ ബോധത്തെ നോട്ടുകെട്ടുകൾ കൊണ്ട് വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP മനസ്സിലാകുമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലേക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കള്ളപ്പണം, BJPക്ക് വേണ്ടി വരുന്ന കള്ളപ്പണം, അത് ഇല്ലാതാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പിഷാരടി വിജയിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളാരും കരുതണ്ട പിഷാരടി LDF സ്ഥാനാർത്ഥിയാണെന്ന്. അല്ല, അതവരുടെ വിലയിരുത്തലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ അവര് എതിർചേരിയിൽ നിൽക്കുന്ന ഒരുത്തൻ വിജയിക്കുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പാലക്കാട് ഇവർ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങളും പാലക്കാട് ഇവർ കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരങ്ങളൊന്നും പാലക്കാട്ടൻ ജനതയുടെ പ്രബുദ്ധതയെ സ്വാധീനിക്കാൻ കഴിവുള്ളതായിരുന്നില്ല എന്നുള്ളത് കൂടിയല്ലേ അതിൻ്റെ അർത്ഥം. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്.
പാലക്കാട്ട് സിറ്റിംഗ് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ പുകിലുകളാണ് ഇവരുണ്ടാക്കിയത്. എന്നിട്ട് അവിടെയും തീർത്താതെ സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് പാലക്കാട് മറ്റൊരു PR വർക്കും കൂടി നടത്തി. പണമിറക്കി ഒരു PR വർക്ക്. എന്തായിരുന്നു ആ PR വർക്ക്? സരിനായിരുന്നു ശരി. രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടായപ്പോൾ ഇവർ നടത്തിയ ഒരു PR ക്യാമ്പയിനാ സരിനായിരുന്നു ശരി. അപ്പം ഞാൻ ചോദിക്കുന്നത്, സരിനായിരുന്നു ശരി എന്ന് CPMകാരന് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സരിനെ മത്സരിപ്പിക്കാതെ ഇവർ NMR റസാക്കിനെ തേടി നടന്നു എന്നുള്ളതാ അല്ലേ? സരിൻ മറ്റെവിടെയും മത്സരിച്ചില്ല, സരിൻ പാലക്കാട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ സരിനെ മത്സരിപ്പിക്കാതെ എന്തുകൊണ്ട് ഇവര് NMR റസാക്കിനെ തേടി നടന്നു? നിങ്ങളൊന്ന് ആലോചിക്കണം. 2024 ഉപതെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടി വന്ന ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടിയവനെ മണിക്കൂറുകൾക്കുള്ളിൽ ഇവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ അതേ സരിൻ ശരിയായിരുന്നു എന്ന് പാലക്കാട് പറഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് സരിനെ മത്സരിപ്പിച്ചില്ല? മറുപടി ഉണ്ടോ സഖാക്കൾക്ക്? കാരണം RSSുമായി നടത്തിയ ഡീല് സരിനെ മത്സരിപ്പിച്ചാൽ ആ ഡീല് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. RSSുമായി നടത്തിയ ഡീൽ എന്താ? UDFന്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കണം. അതിന് സരിൻ മത്സരിച്ചാൽ നടക്കൂല. സരിൻ മത്സരിച്ചാൽ നടക്കൂല എന്ന് മാത്രമല്ല, അതിന് വേണ്ടത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാൾ വേണം. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിവുള്ള, സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാൾ വേണം. അങ്ങനെയാണ് പാലക്കാട്ടെ കച്ചവടക്കാരനായ NMR റസാക്കിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ NMR റസാക്കിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. NMR റസാക്കിൻ്റെ കയ്യിലാണെങ്കിൽ പണമുണ്ട്, അത് ആവശ്യത്തിന് NMR റസാക്ക് ചെലവഴിച്ചോളൂ. NMR റസാക്ക് ആദ്യം ഞാൻ മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാ. പിന്നെ പിണറായി വിജയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് NMR റസാക്ക് മത്സരരംഗത്തേക്ക് വരുന്നത്. ആ NMR റസാക്കിന് പണമുണ്ട്, അതുകൊണ്ട് NMR റസാക്ക് ചെലവഴിച്ചോളൂ. കൂട്ടത്തിൽ പാലക്കാട്ടെ കച്ചവടക്കാരനാണ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്. ആ രീതിയിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് വരും. ആ വരുന്ന വോട്ടുകൾ UDFലേക്ക് പോകേണ്ട വോട്ടുകളാണ്. ഇവരുടെ കണക്കുകൂട്ടലുകളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അത് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഡീലുകൾ ഉണ്ടാക്കിയിട്ടും ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണി ആഞ്ഞെടുത്തിട്ടും അവസാനം നിങ്ങൾക്ക് തന്നെ രമേശ് പിഷാരടി വിജയിക്കുമെന്ന് വിലയിരുത്തേണ്ടി, വിശകലനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സഖാക്കളെ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. 10 വർഷം കേരളം ഭരിച്ച ഒരു പാർട്ടി, ആ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതത്രയും കേരളത്തിലുടനീളം പൊതു ഖജനാവിൽ നിന്ന് പണമിറക്കിയിട്ട് പിണറായി വിജയൻ്റെ ഫ്ലെക്സ് വെച്ചിട്ട്, പിണറായി വിജയൻ്റെ മുഖമുള്ള ഫ്ലെക്സ്, പിണറായി വിജയൻ മാത്രമുള്ള ഫ്ലെക്സ്, പാർട്ടി സെക്രട്ടറി ഇല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇല്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഇല്ല, കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുമില്ല, ആരുമില്ല. കേരളത്തിലുടനീളം കോടികൾ ചെലവഴിച്ച് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 10 വർഷം ഭരിച്ചിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ ഇത്? എന്തൊരു ഗതികേടാണ് നിങ്ങളുടേത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ RSSുമായിട്ട് ഡീൽ നടത്തി, നിങ്ങൾ മറുഭാഗത്ത് SDPIയുമായിട്ട് ഡീൽ നടത്തി. അങ്ങനെ കണ്ണിക്കണ്ട ആലവലാദികളും വർഗീയവാദികളും തീവ്രവാദികളും രാജ്യദ്രോഹികളുമായിട്ടുള്ള എല്ലാവരുമായിട്ട് ഡീലുണ്ടാക്കി. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമല്ലോ. അതല്ലേ വിശകലനം അല്ലെങ്കിൽ അവലോകനം എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തുന്നത് എന്ത് പറ്റി, എങ്ങനെ പറ്റി, എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണല്ലോ വിലയിരുത്തൽ. അതല്ലാതെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അതേ അവകാശവാദങ്ങളുമായിട്ടാണോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തെ, നിങ്ങളുടെ പ്രകടനത്തെ നിങ്ങൾ വിലയിരുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബംഗാളിലുണ്ടായതിനേക്കാളും വലിയ ഗതികേട് നിങ്ങൾക്ക് കേരളത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. രമേശ് പിഷാരടി വിജയിക്കുമെന്ന് തന്നെ ശത്രുക്കളും പറയുന്നു അല്ലേ? നമുക്കിനി അറിയേണ്ടത് എന്താ? നമ്മളിനി കാത്തിരിക്കുന്നത് എന്തിനാ? പാലക്കാട്ടെ മെയ് 4 റിസൾട്ട് എണ്ണി തുടങ്ങുമ്പോൾ രമേശ് പിഷാരടിയുടെ ഭൂരിപക്ഷം പാലക്കാട്ട് എത്രയാണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ അല്ലേ? അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്കറിയേണ്ടതില്ല.
രമേശ് പിഷാരടിയുടെ ഭൂരിപക്ഷം അത് എത്രയാണ് എന്നുള്ളത് നമുക്കറിയണം. അത് മാത്രമേ അറിയേണ്ടതുമുള്ളൂ, അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് പിഷാരടി ജയിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യാൻ മാത്രം ആരും വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പാലക്കാട്ടെ മതേതരത്വ മനസ്സ്, ആ മനസ്സിനെ വിലക്ക് വാങ്ങാനും ആരും വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കോടികൾ ഒഴുക്കിയാലും എത്രയൊക്കെ കൊണ്ടുപോയി പാവങ്ങളുടെ ദാരിദ്ര്യത്തെയും ഇല്ലായ്മയെയും ചൂഷണം ചെയ്യും വിധം അവർക്ക് എത്രയൊക്കെ കൊണ്ടുപോയി കൈമടക്ക് കൊടുത്താലും ജനം ആ കൈമടക്കിനല്ല പ്രതികരിക്കുന്നത്. മറിച്ച് ഇത് കേരളമാണ്, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, ആ പ്രബുദ്ധതക്കൊപ്പം മാത്രമേ ജനം നിൽക്കുകയുള്ളൂ എന്നുള്ളത് പലർക്കും ഒരു പാഠം കൂടി നൽകുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും വലിയ സന്തോഷമുണ്ട് CPM-കാരനെ. കാരണം സാധാരണഗതിയിൽ ഇവർ ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കാത്തവരാ. ഇപ്പോൾ പാലക്കാട് നിന്ന് വടകരയിൽ പോയി മത്സരിച്ച ഷാഫി പറമ്പിൽ വടകരയിലെ MP ആയി 1,15,575 വോട്ടുകൾക്ക് വിജയിച്ച് കയറിയപ്പോഴും ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വടകരയുടെ MP KK ശൈലജ എന്നാ. KK ശൈലജ തോറ്റത് എത്ര വോട്ടിനാ? 1,15,575 വോട്ടിന്. എന്നിട്ടും പറയുന്നു ശൈലജയാണ് വടകരയുടെ MP എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇവർ തോൽവി സമ്മതിക്കാറില്ല. റിസൾട്ട് പുറത്ത് വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ പോലും തോൽവി സമ്മതിക്കാറില്ല. അവിടെയാണ് ഈ പാർട്ടി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു അവലോകനം നടത്തിയിട്ട് രമേശ് പിഷാരടി വിജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പിഷാരടിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പം മെയ് 4 നമ്മൾ കാത്തിരിക്കുന്നത് ആ ഭൂരിപക്ഷത്തിന് വേണ്ടിയാ. നന്ദിയുണ്ട് പാലക്കാട്ടെ ജനതയോട്. കാരണം ആ മതേതരത്വ മനസ്സ് അവർ കൈവിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഒരുത്തനും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.